നമ്മുടെ മനസ്സിൽ നാം എന്തു ചെയ്യണം? നന്മയുടെ വിത്തുകൾ പാകപ്പെടുത്തണം എന്ന് പറഞ്ഞു. അത് ഏത് രൂപത്തിലാണ് വേണ്ടത് എന്നാണ് നാം ചിന്തിക്കേണ്ടത്. ഇന്നത്തെ കാലത്ത് നന്മയുടെ വിത്തുകൾ മുളപ്പിക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടണം, ഒരുപാട് കഷ്ടപ്പാട് അനുഭവിക്കണം. അത് ചെറിയ കുട്ടികളാവട്ടെ മുതിർന്നവരാവട്ടെ ആരുമായിക്കൊള്ളട്ടെ. അപ്പം നന്മയുടെ വിത്തുകൾ എങ്ങനെയാണ് നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരാനുള്ള കാര്യങ്ങൾ, നാം അതിന് വേണ്ടി എന്താണ് ചെയ്യേണ്ടത്? അപ്പം അതിന് നാം ചെയ്യേണ്ടുന്ന ചെറിയ ഒരു കാര്യമാണ് നന്മ ചെയ്യണം, നന്മയുടെ ആളാവണം, മറ്റുള്ളവർക്ക് നന്മയുടെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം എന്നുള്ള ആ ഒരു ചെറിയ ഒരു ചിന്താഗതി മനസ്സിൻ്റെ അകത്തേക്ക് ആദ്യം നാം കടത്തിവിടുക. ഇതാണ് നാം ആദ്യമായിട്ട് ചെയ്യേണ്ടത്. ശേഷം നാം ചെയ്യേണ്ടത്, നമ്മുടെ മനസ്സിൻ്റെ അകത്തേക്ക് നാം ചെറിയ ഒരു മെസ്സേജ് കൊടുത്തിട്ടുണ്ട്. എന്താ മെസ്സേജ്? എനിക്ക് നന്മയുടെ വക്താവ് ആവണം എന്നതാണ്. അപ്പോൾ ഇനി അതിന് വേണ്ടുന്ന കാര്യങ്ങൾ നമുക്ക് അല്പമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ നമുക്ക് നന്നാവാനുള്ള, നല്ല സ്വഭാവം കിട്ടുവാനുള്ള ആ ഒരു മൈൻഡ് എന്താണ്? അപ്പം നമുക്ക് ഇഷ്ടം ഏതാണ്? ആ ഇഷ്ടത്തിലേക്ക് വരാൻ നമുക്ക്. ചില ആൾക്കാർക്ക് കഥ കേൾക്കാൻ ഇഷ്ടമായിരിക്കും, കഥ വായിക്കാൻ ഇഷ്ടമായിരിക്കും. മനസ്സ് മോശമായ സമയത്ത് മോശപ്പെട്ട കഥയാണ് വായിക്കുന്നത്, മോശപ്പെട്ട പാട്ടാണ് കേൾക്കുന്നത്, മോശമായ കൂട്ടുകെട്ടാണ് ഉള്ളത്. അപ്പോൾ ചെറിയ ഒരു ചേഞ്ചിങ്. കഥ വായിക്കുമ്പോൾ കുറച്ചൊക്കെ നല്ല കഥകൾ വായിക്കുക. പൈങ്കിളി നോവലുകൾ, അതിന് പകരമായി അർത്ഥവത്തായിട്ടുള്ള ഉപകാരങ്ങൾ കിട്ടുന്ന, കഥയിൽ പാഠങ്ങളുള്ള, നല്ല പാഠങ്ങളുള്ള ചില കഥകളുണ്ട്. കെട്ടിക്കൂട്ടിയ കഥകളാവട്ടെ, അതല്ലാത്ത നല്ല ചരിത്രങ്ങളാവട്ടെ. അപ്പോൾ ഏതായാലും വേണ്ടില്ല, നല്ല പാഠങ്ങൾ ഉൾക്കൊള്ളാൻ പറ്റുന്ന കഥകൾ നമ്മൾ ആദ്യം വായിക്കുക. അതിനു വേണ്ടി ഒരു അല്പസമയം ചെലവഴിക്കുക. അപ്പോൾ കഥ വായിക്കുമ്പോൾ ഒരു രസം തോന്നില്ല എന്ന് വയ്ക്കാം, അങ്ങനെ സംഭവിക്കാമല്ലോ. ആദ്യം മോശപ്പെട്ട കഥകൾ വായിച്ച് രസം കണ്ട ഒരാൾ നല്ല കഥ വായിക്കുമ്പോൾ ചിലപ്പോൾ മനസ്സിന് പറ്റിക്കൊള്ളണമെന്നില്ല. പറ്റില്ല എന്ന് തോന്നിയാൽ ഉടൻ അവസാനിപ്പിക്കുക, പിന്നെ അതിൻ്റെ പിന്നാലെ കൂടണ്ട, അവസാനിപ്പിക്കുക. ശേഷം നല്ല പാട്ടുകൾ കേൾക്കുവാൻ വേണ്ടി ശ്രമിക്കുക. നല്ല പാട്ട് കേൾക്കുക. ഇഷ്ടമാണോ? അങ്ങനെ ചെയ്യുക. അതേപോലെ തന്നെ നമ്മൾ സംസാരിക്കുമ്പോൾ തിരിച്ച് ഇങ്ങോട്ട് സംസാരിക്കുന്ന കൂട്ടുകാരൻ, നല്ല വർത്തമാനം പറയുന്ന കൂട്ടുകാർ ആര്? അപ്പോൾ അവരുമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേറ്റ് ഉണ്ടാക്കുക, നല്ലൊരു ബന്ധം അവർ തമ്മിൽ നമ്മൾ ഉണ്ടാക്കുക. അങ്ങനെ അവരുമായി സംസാരിക്കുമ്പോൾ നമുക്ക് നല്ല സംസാരങ്ങളെ കേൾക്കുകയുള്ളൂ. അപ്പോൾ മോശമായ സംസാരങ്ങൾ അവർ മുഖേന നമുക്ക് കേൾക്കാൻ കഴിയില്ല. അപ്പോൾ അവരെ കൂട്ടുപിടിക്കുക. ഇതാണ് പറയുന്നത് നല്ല കൂട്ടുകെട്ട് എന്ന് പറയുന്നത്. ഇതാണ്. അപ്പോൾ ആ നല്ല കൂട്ടുകെട്ട് നമ്മളെ നല്ലതിലേക്ക് കൊണ്ട് എത്തിക്കുകയുള്ളൂ. അപ്പോൾ ആ നല്ല കൂട്ടുകാർ മുഖേന നല്ല യാത്രകൾ പോകുവാൻ വേണ്ടി ശ്രമിക്കുക. യാത്ര ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ എന്താ പറഞ്ഞില്ലേ, ഖുൽ സീറൂ ഫിൽ അർളി. അപ്പം എന്താക്കണം? നമ്മൾ നല്ല കൂട്ടുകാരുമായി നല്ല യാത്ര പുറപ്പെടുക. അങ്ങനെയാണ് ചെയ്യുക. അപ്പോൾ നല്ല കൂട്ടുകെട്ട് നമുക്ക് നല്ല ഉന്മേഷമുണ്ടാക്കും.
ചീത്ത കൂട്ടുകെട്ടുകളെ മെല്ലെ മെല്ലെ ഒഴിവാക്കുവാൻ വേണ്ടി ശ്രമിക്കുക. അതല്ലെങ്കിലോ ചീത്ത കൂട്ടുകെട്ടുണ്ടെങ്കിൽ ആ ചീത്ത കൂട്ടുകെട്ടുള്ളവരോട് നന്മയുടെ ഭാഗങ്ങൾ പറഞ്ഞു കൊടുക്കുവാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യാം. അങ്ങനെ ശ്രമിച്ചുകൊണ്ട് അവർക്ക് നന്മയുടെ വിത്തുകൾ അവരുടെ ബോധമനസ്സിൽ മുളച്ചു വരുന്നുണ്ടെങ്കിൽ നമുക്കതുകൊണ്ടൊരു നേട്ടമല്ലേ കിട്ടുന്നത്. അങ്ങനെയും നമുക്ക് ചെയ്യാവുന്നതാണ്. അങ്ങനെ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം നല്ലത് കേൾക്കണം, നല്ലത് വായിക്കണം, നല്ല മനസ്സ് എനിക്കുണ്ടാവണം എന്നുള്ള ഒരു ചിന്ത നമ്മുടെ മനസ്സിൻ്റെ അകത്ത് ആദ്യം സ്ഥാനം പിടിക്കണം. എന്നാലേ നമ്മുടെ മനസ്സ് നേരെയാകുവാനുള്ള അവസ്ഥ ഉണ്ടാകുന്നുള്ളൂ. മനസ്സ് എന്ന് പറയുമ്പോൾ എന്താണ് മനസ്സ്? അല്ലാഹു ആലം. മനസ്സിനെ സംബന്ധിച്ച് നമുക്ക് ശരിക്കും അറിഞ്ഞുകൂടാ. അതാണ് ഉത്തരം കേട്ടോ. നമ്മൾ പറയും മനസ്സ് അവിടെയാണ് ഇവിടെ എന്നൊക്കെ, എന്നാൽ ശരിക്കും മനസ്സ് എവിടെയാണ്? അല്ലാഹു ആലം. അപ്പോൾ ബോധ മനസ്സിലാണ് നമ്മൾ ആദ്യമായി നമ്മുടെ വിഷയങ്ങളൊക്കെ നമ്മൾ നിയന്ത്രിക്കുന്നത്, നമ്മൾ ആഗ്രഹിക്കുന്നത്. ഈ ബോധ മനസ്സിൽ നിന്ന് ഉപബോധ മനസ്സിലേക്കാണ് നമ്മൾ മെസ്സേജുകൾ കൊടുക്കുന്നത്. ആ എത്ര മെസ്സേജുകൾ കൊടുക്കുന്നോ അത്രയും സ്റ്റോറേജ് അവിടെ ഉണ്ട്. ഒരു ദിവസം 7000-ഓളം വരുന്ന വാക്കുകൾ പറയുവാനുള്ള സെറ്റപ്പ് ഉണ്ട്. ആർക്ക്? പുരുഷന്മാർക്ക്. എത്ര വാക്കുകൾ? 7000-ഓളം വരുന്ന വാക്കുകൾ പറയുവാനുള്ള, അത് കേൾക്കുവാനുള്ള സെറ്റപ്പ് നമ്മുടെ മനസ്സിന് ഉണ്ട്. ഓക്കെ. അതേപോലെ തന്നെ സ്ത്രീകളാണെങ്കിൽ 20,000 വാക്കുകൾ പറയുവാനുള്ള സെറ്റപ്പ് അവരുടെ മനസ്സിനകത്തും ഉണ്ട്. അപ്പം അതുകൊണ്ട് നമ്മളോട് ആരെങ്കിലും സംസാരിക്കുന്നുവെങ്കിൽ നമ്മൾ ആദ്യം ഒരു കേൾവിക്കാരനാകുമ്പോൾ വന്ന് പറയുന്നവരുടെ മനസ്സെന്ത് ചെയ്യും? തിന്മയിൽ നിന്ന് കാലിയാകും. കാലിയായി കഴിഞ്ഞാൽ അവർക്ക് നന്മയുടെ വിത്തുകൾ നമുക്ക് കൊടുക്കുവാൻ കഴിയും. അപ്പോൾ ഏതായാലും മറ്റുള്ളവർക്ക് നല്ല മെസ്സേജ് കൊടുക്കുവാൻ നമുക്ക് കഴിയും എന്നതാണ് ഈ വോയിസിലൂടെ നമുക്ക് പറയുവാൻ ഉള്ളത്.